ഹലോ മാം, ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ? ഒരു മിനിറ്റ് നമ്മളിതൊന്ന് റെക്കോർഡ് ആയിക്കോട്ടെ. ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒരു ആവേശത്തിലാണ് ക്ലാസ് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയി. സോറി. അപ്പൊ ഇല്ലേ, ഞാൻ പറയാം ആദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്, എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞവർക്ക് അടി കിട്ടണം. കാരണം റെക്കോർഡഡ് ക്ലാസ് കാണില്ല എന്നാണ് ഓർമ്മ വന്നോ? സ്റ്റാർട്ടിങ്ങില് അപ്പൊ പിന്നെ മെയ് 5th ബാച്ചിന് മിസ്സായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ തുടക്കത്തിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മിസ്സായിരുന്നു എടുത്ത്. അപ്പൊ മറ്റുള്ളവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ഇടയ്ക്ക് ഒരു ബിയോണ്ട് പറഞ്ഞ ഞാൻ ക്ലാസ് എടുത്ത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ എല്ലാ എന്താ പറയാ 6th 7th ബാച്ചുകാരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. എന്റെ സ്റ്റുഡൻസ് കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ അവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് 8th 9th ബാച്ചിലെ കുട്ടികളായിരിക്കാം മേ ബി. അവർക്ക് ക്ലാസ് എടുത്തിട്ടില്ല ഡയറക്ട്ലി. പക്ഷെ ആരും കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് റെക്കോർഡഡ് ക്ലാസ് കാണാതെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ആയിട്ട് വിളിച്ചു വയ്ക്കും. അപ്പൊ അങ്ങനെ എങ്ങനെ ചെയ്യും? പിന്നെ അത് കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. അതെ അതെ, ഓക്കെ. അത് കുഴപ്പമില്ല, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. എല്ലാവരും ഒക്കെ ഈ സൗണ്ട് ഇനി മറക്കണ്ട. ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും നിങ്ങള് അല്ലെ. ഇവിടെ ഉള്ള ഒരു സൗണ്ട് ബോക്സ് തന്നെയാണ് ഞാൻ. അതൊക്കെ പിന്നെ എന്റെ സൗണ്ട് കേട്ടില്ല. അപ്പൊ എന്നെ മറക്കില്ല ഒരിക്കലും. നിങ്ങളെയും ഒരിക്കലും മറക്കില്ല. കാരണം നിങ്ങളൊക്കെ നമ്മളുടെ എന്താ പറയാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് വിവിധ ഡിസ്ട്രിക്ട്സിലൊക്കെ ആയിരിക്കുന്ന കുട്ടികളൊക്കെ എന്റെ കുട്ടികളാണ്, എന്റെ സ്റ്റുഡൻസ് ആണ് അല്ലെ. അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷം. അതിലുപരി ഞങ്ങൾക്ക് അതിൻ്റെതായ പ്രൗഡ് മൊമെന്റ്സുമാണ് നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കാൻ കിട്ടെ അല്ലെ. ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മളുടെ പർട്ടിക്കുലർ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമുള്ള കുട്ടികളെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാകുക. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഒത്തിരി കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കൊണ്ട് സാധിച്ചു. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. അതായത് നിങ്ങളുടെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ഇതിന്റെയൊക്കെ ആഫ്റ്റർ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് വരണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം നിങ്ങളെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മുഖം ഒക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ എന്താ പറയാ, എന്നെ കണ്ടില്ല ഇത്ര നേരമായിട്ട്. നോക്ക്, അത് ചതിയായി പോയി. എന്താ പറഞ്ഞിട്ടോ? ഇത്ര നേരമായിട്ട് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ട് ടീച്ചർ എന്നെ കണ്ടില്ല. ടോമിനെ കണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ടോമിനെ നല്ല സുപരിചിതമാണെന്നാ പറഞ്ഞത്. ഞാൻ തമാശക്ക് പറഞ്ഞതാ. നേരത്തെ ടീച്ചർ തമാശ പറഞ്ഞില്ല, ഞാനിതൊരു തമാശ പറഞ്ഞ. തിരിച്ചടിച്ച തമാശയാണ്. സോറി. അപ്പൊ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതായതില്ലേ, ടോമിന്റെ പേര് ഞങ്ങൾ ഒരുപാട് മറ്റു ടീച്ചേഴ്സ് പറയുമ്പോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയാറുണ്ട് ടോമിന്റെ പേര്. ക്ലാസ് എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറയട്ടെ, അത് സീക്രട്ട് ആണ്, പറയണില്ല ഇപ്പൊ തൽക്കാലം. അത് ചതിയാ. അത് പിന്നെ പറയാം. ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, നിങ്ങള് ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്തു. നമുക്കറിയാം ഡിപ്ലോമയിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നമുക്ക് ഈ പറയുന്ന PG എന്ന് പറയുമ്പോൾ. കാരണം അറിയാലോ, ഏത് ഒരു കോഴ്സ് പഠിക്കുമ്പോഴും അതിന്റെ ബേസിക് പഠിച്ചിട്ട് നമ്മൾ അതിന്റെ ടോപ്പിലേക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ ടഫ്നെസ് ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഒരു ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വായിക്കൊള്ളണം.
നമ്മൾ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ ഇപ്പൊ LKG സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ഓരോ സെന്റൻസ് വായിച്ചിട്ട് പഠിക്കാന്നുള്ള ഐ തിങ്ക് ഇറ്റ്സ് ബോറിംഗ് അല്ലെ? തീർച്ചയായിട്ടും അതൊരു അത്ര നല്ല കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ നോട്ടുകളൊക്കെ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നോട്ട്സ് ഒക്കെ നമ്മൾ തന്നെയെങ്കിലും വായിച്ചു നോക്കി മനസ്സിലാക്കുക. അല്ലാതെ എല്ലാം ടീച്ചർ ഇങ്ങനെ പറയുന്നത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മുഴുവൻ ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഒരു മനസ്സിലാക്കി പഠിച്ചു നോക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്റർടൈനിങ്ങും ആയിരിക്കും. നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. കാരണം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വേറെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലല്ല അല്ലെ, നമ്മളുടെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മള് ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുക, അല്ലാതെ അതിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതുണ്ട്. പോയി വന്നു പോയടാ. പോയോ? സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോയിരുന്നു. ഇവിടുത്തെ വിഷയമാണോ? ക്ലിയർ ആണല്ലോ. ആണോ? ശരി. ടീച്ചർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഞാൻ മെസ്സേജ് നോക്കിയില്ല. എനിക്ക് ക്ലിയർ അല്ല സൗണ്ട്. അതാണ്ട് ഇപ്പം അതെ, എന്തോ ഒരു ടെക്നിക്കൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, കുട്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പഠിക്കുന്ന കാര്യങ്ങള് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഞാൻ പറയും. നമ്മളുടെ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിന് വേണ്ടി പഠിക്കണം, ഓക്കെ, അത് ഞാൻ തടസ്സം പറയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതും അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. വെറുതെ ഡിപ്പാർട്ട്മെന്റുകൾ എന്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, വാട്ട് ഓൾ ട്രീറ്റ്മെന്റ്സ് ആർ ഗിവൺ, വാട്ട് ഓൾ ഡിസീസസ് ആർ അണ്ടർടേക്കൺ, ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളുമായിട്ട് ഹോസ്പിറ്റൽസിൽ ആളുകൾ വരുന്നു, അതിലേക്ക് അവരെങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒത്തിരി. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മാൾ ഓർഗനൈസേഷൻ, ഒരു ചെറിയ ഒരു ഓർഗനൈസേഷൻ ഒന്നുമല്ല. ഒത്തിരി എംപ്ലോയീസ്, ഒത്തിരി സ്റ്റാഫുകൾ, പ്രൊഫഷണൽസ് ഒക്കെ എന്താ പറയാ ഉള്ള ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നവർ ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്താ പറയാ നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്തം കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അവിടെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ പ്രൊസീജിയേഴ്സിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മൂലയൊക്കെ നോക്കി നമ്മൾ ഇതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കി പഠിക്കണം. അല്ലാതെ ആൻസർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ പഠിച്ചതുകൊണ്ട് യാതൊരു ഗുണവും നമ്മുടെ കോഴ്സ് കൊണ്ടില്ല. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വലിയ മാർക്ക് സ്കോർ ചെയ്യാൻ ഇറ്റ് മേ ഹെൽപ്പ് അല്ലെ, ഹെൽപ്പ് ചെയ്തേക്കാം. ബട്ട് നെസസറിലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറിത്തിങ് വിച്ച് ഈസ് ഗിവൺ. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ തന്നിരിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ നേരത്തെ ചോദിച്ചു എന്താണ് PDF അല്ലെങ്കിൽ നോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാ തരിക. ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും, പക്ഷെ അത് എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സിന്റെ എന്താ പറയാ PDFകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലെ, നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട, നോട്ട് എവിടുത്ത് കിട്ടും എന്നുള്ളതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിന്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കുകൾ കഴിയുമ്പോൾ തരുന്നതനുസരിച്ചിട്ട് എന്താണോ പറയുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്, അതായത് എന്താ പറയാ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസിനെ സംബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്
all will be disclosed by sir. Sirന്റെ introduction class ഉണ്ടായിരിക്കും. അത് ഇപ്പൊ തൽക്കാലം കഴിഞ്ഞ സാറ്റർഡേയിലാണ് നമ്മളത് വെച്ചിരുന്നത്. പക്ഷെ അതിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യം സാറിന് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അന്നത്തെ ക്ലാസ് നമുക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുന്നത്. ദിസ് വീക്ക് തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സസ് എന്തായാലും ഉണ്ടായിരിക്കും. സാർ എന്തായാലും തന്നെ വരും. ഓക്കെ, ഇനി നമ്മളുടെ ഈ എന്താ പറയാ, ഞാൻ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ, അതായത് ഡിപ്ലോമ ചെയ്തപ്പോഴും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് തന്നെ പഠിക്കുക എന്നും. ഇനി ഒരു ദിവസമൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാം, കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും കൂടി അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആയതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അവരുടെയും കൂടി സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരുന്നുണ്ട്. സോ അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് ആ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഇൻ കേസ് ലൈവില് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൂടി നിങ്ങൾ വാച്ച് ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ്സുകളൊക്കെ കാണുക, അല്ലെങ്കിൽ കയറുക. ലൈവായിട്ട് കയറുന്നവരെയാണെങ്കിൽ അങ്ങനെ ക്ലാസ് കാണാതെ നമ്മൾ എന്താ പറയാ, അത് കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ കാണാതെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയാൽ ലാസ്റ്റ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, PG ക്ലാസ്, ഡെയിലി ഡിപ്ലോമ ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സുകൾ അങ്ങനെ തന്നെ നടക്കും. അതുകൊണ്ട് അതിന്റെ കൺവീനിയൻസ് കൂടി നോക്കിയിട്ടാണ് അത് ആഫ്റ്റർനൂൺ സെഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിന്റെ ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? കിട്ടിയിട്ടില്ലേ? ആ ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ 8th 9th ബാച്ചുകാർക്കൊക്കെ അല്ലെ? ആഫ്റ്റർനൂൺ സെഷനിലേക്ക് ക്ലാസ്സുകൾ മാറിയില്ലേ? മാറി. യെസ്, അപ്പൊ അത് അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. PG ക്ലാസ്സസ് മോർണിംഗ് സെഷനിൽ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങളുടെ മറ്റ് ക്ലാസ്സുകൾ അത് ഡിപ്ലോമ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോഴ്സും ആ കോഴ്സും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി സമയം പോകും. അത് PG കാർക്ക് നിങ്ങളുടെ കുറച്ച് ടൈം സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ PG ക്ലാസ്സസ് അവിടെ അങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ 6th 7th ബാച്ചുകാർക്ക് അവരുടെ എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ ആ എക്സാംസ് ഒക്കെ എന്താ പറയാ കൊടുക്കണം. അപ്പൊ അവർക്ക് കുറച്ച് പഠിക്കാനൊക്കെ സമയമൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് പതുക്കെ പോലെയൊക്കെ എഴുതിയൊക്കെ പോകുള്ളൂ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടാവും. അതായത് നമ്മളെല്ലാം പഠിക്കണം. കാരണം PG ആവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഏതെല്ലാം ലെവലിൽ വളർന്നു, ഫിസിക്കലി മെന്റലി അല്ലെ, എല്ലാം വളർന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു വളർച്ച നമ്മൾ കാണിക്കണ്ടേ പഠന കാര്യത്തിലും. ഓക്കെ, ക്ലാസ് റൂം സെയിം ആയിരിക്കില്ലല്ലോ PGക്ക്. എങ്ങനെയാ അങ്ങനെ വരിക? PGക്ക് സെയിം ക്ലാസ് റൂം ആയിരിക്കില്ല. ക്ലാസ് റൂം അത് വേറെ ആയിരിക്കും. ബിക്കോസ് അതിനകത്ത് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ? അതിനകത്ത് ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ വരുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി PGക്കാർക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എക്സാം പോകുന്നവർക്ക് അറിയാമല്ലോ, അവർക്ക് സ്റ്റഡി ലീവ് ആണ്. അപ്പൊ സ്റ്റഡി ലീവിന്റെ സമയം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതും ഉപയോഗിക്കുക. PG ക്ലാസ്സസ് മിസ്സാകാതെ അതുകൂടി കാണാനായിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അത് പറ്റിയില്ല, ലൈവിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് തന്നെയെങ്കിലും കാണുക. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളുടെ ഈ ക്ലാസ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുള്ളൂ. ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ബിക്കോസ് ഇനിയിപ്പോ ക്ലാസ് എങ്ങനെയാണ് നടക്കുക, റെഗുലർ ക്ലാസ്സുകൾ തന്നെയാണ്. മൺഡേ ടു ഫ്രൈഡേ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ്. മോർണിംഗ് സെഷനിൽ തന്നെയാണ് PG ക്ലാസ്സസ്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിപ്ലോമയുടെ താഴെയിലേക്ക്, അതായത് ആഫ്റ്റർനൂൺ സെഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടായിരിക്കും, ഇതും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 4 hours ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഇപ്പൊ 2 hours മോർണിംഗ് കാണാൻ പറ്റി, ഉച്ചയ്ക്ക് കാണാൻ പറ്റില്ല. സോ അത് റെക്കോർഡഡ് ക്ലാസ്. ഉച്ചയ്ക്ക് കാണാൻ പറ്റി, മോർണിംഗിൽ കാണാൻ പറ്റുന്നില്ല, അന്നേരം അതിൻ്റെതായ റെക്കോർഡഡ് ക്ലാസ് വാച്ച് ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ സാധാരണ പോലെ തന്നെയാണ്. ഇനി കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെച്ചോളാം. എന്തൊക്കെയാണ് സാറിനോട് ചോദിക്കേണ്ടതെന്ന് ആലോചിച്ച് വെച്ചേക്കണം. എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഐഡിയാസ് ഒന്നല്ല അല്ലെ. നമ്മളിപ്പോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. 118 സ്റ്റുഡൻസ് ഉണ്ട്. 116 സ്റ്റുഡൻസ് ഉണ്ട്, ഞാനുണ്ട്. നമ്മൾ 116 പ്ലസ് മീ. നമുക്ക് ഓരോരുത്തരും നമ്മുടേതായ ഐഡിയാസ് ഉണ്ട്. അപ്പൊ ആ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന കൺഫ്യൂഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കി വെക്കുക. അതിനത് വരുമ്പോ അതിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ
ടീച്ചർ ആര് വരും? ആരായിരുന്നു? ആരാ വരുന്നത് ഇനി? സാറിന്റെ ക്ലാസ്സിൽ വരും. ഈ വീക്കിൽ തന്നെ എന്തായാലും സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. മീൻസ് സാറല്ലയോ? അതെ. സാറിന് നിങ്ങൾക്ക് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുള്ള സംശയങ്ങൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു ചോദിച്ചു തോന്നണേ, ചോദിച്ചു എന്താണ് ട്രെയിനിങ് ഉണ്ടോ? അപ്പൊ അത്തരം സംശയങ്ങൾ. അപ്പൊ എക്സാമ്പിൾ അപ്പൊ തന്നെ അവിടെ ഒരാൾ പറഞ്ഞു ട്രെയിനിങ് ഉണ്ടാകോ എന്ന്. സോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ്, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ക്യാൻ ബി ക്ലിയർഡ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓഫ് സർ ജേക്കബ് സാറിന്റെ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് അത്തരം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മുടെ പി ജി കോഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്മുടെ എന്താ പറയാ അതിനകത്ത് പഠിച്ച പോലെ ഡിപ്ലോമയിലുള്ളതുപോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. ചാപ്റ്റേഴ്സിന്റെ എണ്ണമൊക്കെ കുറവാണ്, എങ്കിലും കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് 4 months കോഴ്സ് ആണല്ലോ. അപ്പൊ അതനുസരിച്ച് ചാപ്റ്ററിന്റെ എണ്ണം വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉള്ളതിൽ കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സും ഉണ്ട്, കുറച്ച് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പി ജി സിലബസിലുള്ള നിങ്ങളുടെ മോഡ്യൂളുകൾ 3 എണ്ണമാണ്. 3 modules ആണ്. ആൻഡ് ഈച്ച് ക്യാരീസ് 8 chapters. ഓരോ മോഡ്യൂൾസിലും 8 chapters വീതം അടങ്ങുന്ന കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കണം. 8 ചാപ്റ്റേഴ്സ് ആണ് ഓരോ മൊഡ്യൂളിലും ഉള്ളത്. ദാറ്റ് മീൻസ് 24 ചാപ്റ്റേഴ്സ് ആണ് ആകെ നിങ്ങൾക്ക് പി ജി ക്യാമ്പ് ഉള്ളത്. ഓക്കെ. അപ്പൊ ആ ചാപ്റ്റേഴ്സ് അത്രയും നമുക്ക് എടുത്തു തീർക്കണം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മളുടെയും കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല, ഞങ്ങൾ പഠിപ്പിച്ചു തരിക എന്നുള്ള ആവശ്യം നമ്മുടേത്. നിങ്ങളൊക്കെ പഠിച്ച് നല്ല നല്ല വലിയ ഹോസ്പിറ്റൽസിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് അതിയായ ആഗ്രഹമുള്ളത്. അപ്പൊ അത് നമുക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ ആവശ്യവുമാണ്. നിങ്ങൾ എല്ലാവരും അങ്ങനെ എന്താ പറയാ നല്ല ജോബ് കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാകണമെന്ന്. ഓക്കെ. അപ്പൊ അതനുസരിച്ച് നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മളുടേതായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് എഴുതാൻ നിങ്ങളുടെയും കൂടി കോപ്പറേഷൻ ആവശ്യമുണ്ട്, സഹകരണം ആവശ്യമുണ്ട്. അല്ലെ? ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ എന്ത് കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യില്ലേ. ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കാൻ നമ്മൾ തയ്യാറെടുത്ത് ഇറങ്ങിയാൽ എന്താ ചെയ്യാം? ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോയില്ലേ, കൊച്ചുകുട്ടികളെക്കാൾ തീരെ കൊച്ചുകുട്ടികളെക്കാൾ എന്താ പറയാ അതിനേക്കാൾ താഴെ പോലെ തോന്നും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. എന്തിനും കുഞ്ഞു സംശയം. ഈ ടെക്സ്റ്റ് ബുക്കിൽ സംബന്ധിക്കുന്ന സംശയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോ എല്ലാവർക്കും ഒന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ അഗ്രി ചെയ്യും. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ നോട്ട് അതെവിടെ കിട്ടും, അത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടി നമ്മൾ ഭയങ്കര വലിയ തലവേദന പോലെ ഉണ്ടാകും ചില ആളുകളെ. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? ഒരു ചെറിയ നിസ്സാര കാര്യമായിരിക്കുള്ളൂ, പിന്നോണ്ടെടുക്കേണ്ടതായിരിക്കും. അത് തുമ്പോണ്ടെടുക്കുന്ന പോലെ കുറഞ്ഞു വലുതാക്കി അതിനെ എന്താ പറയുക ഒരു വലിയൊരു ആഗോള വിഷയമാക്കി മാറ്റി വെക്കും ചില കാര്യങ്ങൾ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചത് നിന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ വലിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണല്ലോ. സോ അതിന് ഒരു സ്വന്തം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വൈ യു ആർ നോട്ട് ഏബിൾ എന്ന് എനിക്ക് ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചു പിള്ളേര് അതാണ് ഈ പിള്ളേര് ഇങ്ങനെ ഇത്രയ്ക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പോണതായിരിക്കും എന്ന് നമുക്ക് തോന്നും അല്ലെ? ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പല റേഞ്ചിലുള്ള കുട്ടികളെ, പല ഏജിലുള്ള കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കുട്ടികളെ പറയുമ്പോൾ ഓക്കെ. ഏത് ക്ലാസ് PG ലെവൽ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. സ്റ്റിൽ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വരുന്ന അതല്ലാത്ത സമയത്തും ഞാൻ പല കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിക്കേ ഇത് കൊച്ചുകുട്ടികളെ പോലും ഇത്രയും നമ്മളോട് ചോദിക്കില്ല. അവര് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടേതായ ഐഡിയ അവർ ഇങ്ങോട്ട് പറയും. മനസ്സിലായി? അപ്പൊ അത് നമ്മൾ അവര് എന്താ പറയാ ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് ഒരുപാട് അറിവുണ്ട്. അപ്പൊ നമ്മളും അതുപോലെ ആകണം. ഓരോ കോഴ്സ് അതിലൊക്കെ സില്ലി മാറ്റേഴ്സിനൊന്നും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് പറ്റുന്നത് നമ്മൾ തന്നെ ശരിയാക്കുക അല്ലെ? നമ്മൾ ഇപ്പൊ ഒരാൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്യുക. എവിടെയൊക്കെ അല്ലെ? മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എവിടെ കിട്ടും, അതാണ് അവിടെ പോയി തപ്പണം അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ എന്താ പറഞ്ഞറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി എന്താ? എന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. ഇത് എന്നിട്ട് കാണാതെ നമ്മൾ എന്ത് ചെയ്യും? കുറെ സംശയങ്ങളൊക്കെ ചോദിക്കും. ഈ ക്ലാസ് എന്ത് തുടങ്ങും, എത്ര സമയത്താണ് ക്ലാസ്, ഇനി ആരുടെ ക്ലാസ് ആണ്, ഏത് ടീച്ചറാ വരിക, അല്ലെങ്കിൽ എങ്ങനെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞുണ്ടാവും മൊത്തം കാര്യങ്ങൾ. ഇതിന്റെ ഇടയിൽ ബിറ്റ്വീനിൽ നമ്മളിവിടെ ഇങ്ങനെ കമന്റുകളായിട്ട് മെസ്സേജസ് ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും? ഈ ടൈപ്പ് ചെയ്യുന്നതിൽ ശ്രദ്ധ പോകും, ടീച്ചർ പറയുന്നതിൽ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. അറ്റ് ടൈം നമുക്ക് 2 കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമായിരിക്കും. പക്ഷെ എന്റർടൈനിങ് കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. പഠന കാര്യത്തിൽ അത് പറ്റില്ല.
നമ്മളിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ടീച്ചർ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയണ്ടേ, എന്തൊക്കെയാണ് പറയണേ. അപ്പൊ അവസാനം നമ്മളുടെ കോൺസെൻട്രേഷൻ അവിടെ പോയി നമ്മൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ല. നിങ്ങൾക്ക് നെസസറി ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ യു ക്യാൻ ടൈപ്പ് ഇറ്റ് ആൻഡ് ദ ടീച്ചേഴ്സ് വിൽ ഗിവ് യു ആൻസേഴ്സ്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരങ്ങൾ ടീച്ചർ അവിടെ തരും. നിങ്ങൾ എന്ത് കാര്യമാണോ, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ ഡൗട്ട്സ് ചോദിക്കുന്നത്, അതിന് ഉത്തരങ്ങൾ ടീച്ചേഴ്സ് അവിടെ തരും. അതൊക്കെ ഞാൻ അവിടെ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്തേക്കാം. അത് നിങ്ങൾ മെസ്സേജ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആഫ്റ്റർ ദ ക്ലാസ് ലാസ്റ്റ് 10 minutes വിൽ ബി പ്രൊവൈഡഡ് ഫോർ യു. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസിനും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് തരാനാണ് ലാസ്റ്റ് 10 minutes നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ചില ക്ലാസ്സുകൾ ടീച്ചറൊക്കെ ക്ലാസ്സിൽ 1 മണിക്കൂറിൽ നിന്ന് വായിട്ട് തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കണല്ലോ, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കണല്ലോ, 10 minute ഒന്നും ഞങ്ങൾക്ക് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചില കുട്ടികൾ വേണമെങ്കിൽ എന്റെ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ടേ അവർ വേണമെങ്കിൽ പറയും ടീച്ചർ അങ്ങനെ ഇടയ്ക്ക്. പക്ഷെ അതിനാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ടൈപ്പ് ചെയ്യും, ടീച്ചറെ ഇന്നത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ 10 minute അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ എന്റെ ക്ലാസ്സസ് ഫോർവേഡ് ചെയ്ത് പോകാം, മുൻപോട്ടേക്ക് പോകാം അല്ലെ. ഞാൻ അവിടെ എന്തിനാ അവർക്ക് തടസ്സം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ അവർക്ക് ക്ലിയർ ആണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് നന്നായി ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ സ്പെയർ മൈ 10 minutes ലാസ്റ്റ് അല്ലെ. എന്റെ അവസാന 10 minute ഞാൻ വെറുതെ സ്പെയർ ചെയ്ത് കളയണോ? വേണ്ടാലോ. അതുകൊണ്ടാണ്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ചോദിക്കും, അപ്പൊ അവർക്ക് ക്ലിയർ ആണെങ്കിൽ ലാസ്റ്റ് 10 minute നമുക്കത് ഉപയോഗിക്കാം അല്ലെ. മാക്സിമം യൂട്ടിലൈസേഷൻ അതായിരിക്കണം നമ്മുടെ പോളിസി. നമ്മളൊരു ഇക്കോണമിയിൽ ജീവിക്കുന്നവരല്ലേ. അപ്പൊ എന്ത് കാര്യവും നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്ത് കാര്യം നമ്മൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളായിക്കോട്ടെ, ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം അവരെ ഉപയോഗിക്കണം. മാക്സിമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവർ ശല്യം ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് പല കാര്യങ്ങളും. ഇവിടെ ഈ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിൽ എന്താണോ ഉള്ളത് അതിനെ സംബന്ധിക്കുന്നത് അതിന്റെ നെക്സ്റ്റ് ടു, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവര് എക്സ്പീരിയൻസിൽ നിന്നോ എക്സാമ്പിൾസ് ആയിട്ടും ഒക്കെ പറയും, ഷെയർ ചെയ്യും. അതിന്റെ അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ആണ്ടുപോയി എന്താ പറയാ പല കാര്യങ്ങളും ചില ആളുകൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെ അത്ര കാര്യങ്ങൾ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമുക്ക് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊഡ്യൂൾസിനകത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പീസ് നിങ്ങൾക്ക് തരുമ്പോൾ അതിനകത്ത് അറിയാം അവിടെയുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ളൂ. അതിനുള്ളിലേക്ക് അതിന്റെ റൂട്ടിലേക്കൊക്കെ കടന്നു പോകേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടായി വരിക, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കും ടോപ്പിലേക്കും പോകേണ്ട ചിലപ്പോൾ ആവശ്യം വരിക. ആവശ്യമെങ്കിൽ ടീച്ചേഴ്സ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എന്റെ ക്ലാസ് മൺഡേയിലല്ല, നാളെയാണ് എന്റെ പീരീഡ് വരുന്നത്. പക്ഷെ ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യുക. ടീച്ചേഴ്സിന്റേതായ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചില ക്ലാസ്സുകളിൽ നിന്നും അത്തരം എക്സ്പീരിയൻസുകൾ ഉണ്ടായത് കൊണ്ടാണ് എന്നെ കൂട്ടുകയറ്റുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അവര് എന്താ പറയാ വെറുതെ ചിലവരൊക്കെ കാട് കയറുന്ന പോലെയൊക്കെ ചില കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് തീർച്ചയായും ടീച്ചേഴ്സ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ യു ജസ്റ്റ് ആസ്ക് വൺസ് അഗൈൻ, ടീച്ചറിനോട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാം, ടൈപ്പ് ചെയ്യാം ക്ലാസ്സിന്റെ ലാസ്റ്റ്. അത് നിങ്ങൾ ടീച്ചർ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തു പോകുന്നു. മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ്, ടീച്ചേഴ്സ് പറഞ്ഞ അനുഭവമാണ്. എന്റെ ക്ലാസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, വീണ്ടും ഞാൻ പറയണത്. സോ അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിൽ എന്റെ ക്ലാസ്സിൽ അങ്ങനെ എനിക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ താങ്ക്സ് ടു മൈ 5th, 6th, 7th ബാച്ചസ് കുട്ടികളോടാണ് കേട്ടോ. 8th, 9th താങ്ക്സ് ഇല്ലെന്നല്ല, ഞാൻ പിന്നെ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ ക്ലാസ് ഒക്കെ എടുത്തിട്ടോ അവിടെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കണം, അയ്യോ ഞങ്ങളെ പറഞ്ഞില്ലല്ലോ എന്ന്. പേടിക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അവരെല്ലാം അങ്ങനെ ശല്യം ചെയ്തിട്ടില്ല. ഇന്നത്തെ ടീച്ചറെ മനസ്സിലായില്ല, അതുകൊണ്ട് 10, 11 പ്രാവശ്യമൊക്കെ പറയിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം അവർ തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കില്ല കുഴപ്പം. പക്ഷെ ടീച്ചേഴ്സ് എന്നോട് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ചില ടീച്ചേഴ്സിനോട് കുട്ടികൾ അത് തന്നെ വീണ്ടും ചോദിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സ് അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ആ ഒരു കമന്റ് അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾ കൊടുക്കുന്നത് അവർ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ തന്നെ വെച്ചിട്ട് അവർ കാണുന്ന മാത്രയില് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്പൊ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത്. ടീച്ചർ അതിന് ഉത്തരം പറയൂ, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് വിൽ ബി ഡിസ്റ്റർബൻസ് ആയി തിങ്ക് അല്ലെ. അതും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ കാര്യം ടീച്ചറോട് ചോദിച്ചത് ടീച്ചർ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ അങ്ങനെയാണ് നമ്മളത് നോട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ എന്നിട്ട് നമ്മൾ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പോർഷൻ ഇത്ര വരെ കംപ്ലീറ്റ് ചെയ്യണം ഇന്നത്തെ ദിവസം എന്ന്. അത്രയും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട്,
ആ കുട്ടി ചോദിച്ച ചോദ്യത്തിലൂടെ എനിക്ക് മറുപടി കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊരു കാൽക്കുലേഷനിൽ ടീച്ചർ എന്ത് ചെയ്യും, ആ ലാസ്റ്റ് അത് എവിടെ വെച്ചാണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് അതിനുള്ള എക്സ്പ്ലനേഷനോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസോ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ചെയ്തത് അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ ടീച്ചേഴ്സ് കൂടി പറഞ്ഞു കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഇവിടെ ടീച്ചേഴ്സിനോട് അങ്ങനെ തന്നെയാ പറഞ്ഞേക്കണേ. ഇൻ ബിറ്റ്വീനിൽ ചിലപ്പോൾ ഒരാൾ ഒരു സംശയം ചോദിച്ചു, തൊട്ടടുത്ത് ടീച്ചർ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വരുന്ന അത്രയും പോർഷൻസ് ടീച്ചർക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ നഷ്ടം ആരുതാ? നിങ്ങൾക്കാണ് അതിന്റെ നഷ്ടം. കാരണം വിതിൻ ടൈം നമുക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ലാസ്റ്റ് ആവുമ്പോൾ ടീച്ചർ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നോളൂ. 3-4 പ്രാവശ്യം ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ബോറിംഗ് ആയിരിക്കും അല്ലെ? അത് തീർച്ചയായിട്ടും ഒരു ബോറിംഗ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടൊക്കെ ഇരിക്കുക, മനസ്സിലാക്കുക. ലാസ്റ്റ് ടീച്ചർ 1, 2, 3 പ്രാവശ്യം പറഞ്ഞോട്ടെ, പക്ഷെ അത് ലാസ്റ്റ് 10 മിനിറ്റിന് ടീച്ചർ എന്തായാലും അത് ക്ലിയർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല മറ്റൊരു ഡിസ്റ്റർബൻസ് ആർക്കാന്ന് അറിയാം, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് മാത്രം റെക്കോർഡ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. മെജോറിറ്റി സ്റ്റുഡൻസ് അങ്ങനെയാണുള്ളത്. വളരെ എനിക്ക് തോന്നുന്നു ഒരു 25% ഓഫ് ദ സ്റ്റുഡൻസ് മാത്രമാണ് ഐ തിങ്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി കൂടുതലും കുട്ടികൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരാ. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ വീണ്ടും ഈ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ബിക്കോസ് അവർക്ക് ആ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്തേനെ അല്ലെ? അവർ ചിലപ്പോ ജോലിക്കാരാവാം, വേറെ പഠിക്കുന്നവരാകാം, വീട്ടമ്മമാരായിരിക്കാം, കൊച്ചു കുഞ്ഞുവാവകളൊക്കെ ഉള്ള വീട്ടമ്മമാരായിരിക്കാം. അപ്പൊ ഇതിനൊക്കെ എവിടെയെങ്കിലും ഉറക്കി കിടന്നിട്ടും ഇച്ചിരി നേരം കൊണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ എന്താ, ഇവിടെ കിടന്നിട്ട് ഇത് മുഴുവനും കിടന്നിട്ട് വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ അവർക്ക് എന്ത് പറ്റും? അവരത് ഇതിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണാവോ, അതിന്റെ ബാക്കി കാര്യങ്ങൾ കേട്ടിട്ട് വേണ്ടേ നമുക്ക് ഈ ഒരു റെക്കോർഡ് ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു അതുങ്ങൾ കഷ്ടപ്പെട്ട് കയറുന്നതാ. അപ്പൊ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 2-3 റീസൺസ് അതിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ തുടക്കം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മളതൊന്ന് ശീലിക്കുക അത്തരം കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങളോട് സംശയം ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ക്ലാസ്സിനെ സംബന്ധിക്കുന്നത് മാത്രം, അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഡൗട്ട്സ്, അതായത് ക്ലാസ്സിനെ സംബന്ധിക്കുന്നതല്ല കോഴ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് എന്ത് ചെയ്യാം, ഞാൻ എന്നോട് വരുമ്പോൾ പറഞ്ഞാൽ മതി, സൂചിപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഞാൻ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ സൗകര്യത്തിന് ആ ക്ലാസ്സുകൾ എടുത്ത് തീർക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം എന്നാണ്. എക്സാമ്പിൾ എന്തോ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാനത് പോലും വായിച്ചില്ല. അതിന് മുമ്പ് എക്സാമ്പിളോ എന്ത് എക്സാമ്പിളാ ചോദിച്ചത്? പുള്ളിക്കാരി അതിനൊരു എക്സാമ്പിൾ ആണെന്നാണ് പറഞ്ഞതെന്നാ തോന്നുന്നത്. പുള്ളിക്കാരി അതിനകത്ത് എക്സാമ്പിളിലാണല്ലോ. റെക്കോർഡ് ക്ലാസ് കാണുന്ന കാര്യം പറഞ്ഞില്ലേ മാം, അതാന്ന് തോന്നുന്നു. വെരി ഗുഡ് സിന്ധു. അപ്പൊ കണ്ടോ, റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. ഈ ഒരു കാര്യം തന്നെ ടീച്ചർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളോട് ചോദിച്ചില്ല ഇത് പറയണേ എന്നുള്ളത് ചിലപ്പോ കമന്റുകളോ അല്ലെങ്കിൽ മെസ്സേജ് വായിച്ചിട്ടുണ്ടാവില്ല. ടീച്ചർ ഇത് തന്നെയല്ലേ നേരത്തെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദ ക്ലാസ് വിൽ ലാഗ് അല്ലെ, ഈ ക്ലാസ് ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും അവർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ടാകും. ഇനി നമുക്ക് ഈ കോഴ്സിൽ നമുക്ക് 3 മൊഡ്യൂൾസ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. 3 മൊഡ്യൂൾസിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് വീതാണെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. സിസ്റ്റം ഓഫ് മെഡിസിൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എളുപ്പം ബോധ്യമാകും കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ പഠിച്ചതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. HRM, സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, അക്രഡിറ്റേഷൻ. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അക്രഡിറ്റേഷൻ ഒക്കെ ഒരു വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞതാണ് ഡിപ്ലോമ കോഴ്സിൽ. ഓക്കെ, അതൊക്കെയാണ്. അങ്ങനെ 8 ചാപ്റ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരിക. And the second module consists of material management, operation and management, maintenance of hospital in administration view, patient rights and responsibilities, hospital information system, maintenance department, general form in hospitals, disaster management, hospital planning. അങ്ങനെ 8 ചാപ്റ്റർ ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ വന്നത്. Third module, infection control, organizational behavior, quality management, definition and principles of quality assurance and quality management. Another chapter ആണ്. Clinical audit, hospital ethics and laws, health management information system, hospital emergency calls and general terms.
ഇങ്ങനെ 3 മോഡ്യൂൾസ് 8 ചാപ്റ്റർ വീതമാണ്. ഓക്കെ, സിലബസ് ഒക്കെ സേവ് ചെയ്ത് തരും നിങ്ങൾക്ക്. സിലബസും അതുപോലെ ഫസ്റ്റ് മോഡ്യൂളിന്റെ കോപ്പീസും നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആകുന്ന സമയത്ത് അതിനെ കുറിച്ചൊക്കെ സാർ പറയും കേട്ടോ. അപ്പൊ അതായത് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് അതിനനുസരിച്ചിട്ടായിരിക്കും എത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, ആൻഡ് ഇതിന്റെ ബാക്കി എന്താ പറയാ ട്രെയിനിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ സർ തന്നെ വേണ്ടി വരും. സാറിനോടാവുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം, ആൻഡ് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ അതിന് റിപ്ലൈ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ഇത് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ പിജിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ? പിജിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല, ഇംഗ്ലീഷ് ഇല്ല പിജിക്ക്. ഓൾറെഡി നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിന്റേത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിജിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഇത്തരം എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊന്നും സംശയമില്ലല്ലോ നമുക്ക്? ഉണ്ടോ? ബാക്കി സംശയങ്ങൾക്കൊക്കെ മറുപടി സാർ തന്നെ തരുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം അത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? നോ, യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറയാ പറ്റട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ് ഒക്കെ? ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിനോട് തുടക്കമൊക്കെ. ഇന്ന് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്, സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്. നമ്മളുടെ ക്ലാസ്സിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് തുടക്കം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലാണ് അത് അവസാനം വരെ നമുക്കൊപ്പം അത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നാളെ പോയിരുന്നു അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്തിമടുത്ത PDF ഇല്ലാത്തതുകൊണ്ടാ? അത് കുഴപ്പമില്ല, PDF വരുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നേരം പറഞ്ഞാൽ പോരെ. കണ്ട എക്സാം അല്ലേ എന്നൊക്കെ പറയുമ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം ഇങ്ങോട്ട് എടുത്തത്. എക്സാം ഒക്കെയാണ്, പക്ഷെ എങ്കിലും നമ്മള് എന്താ പറയാ കുറച്ച് നേരമൊക്കെ നമുക്ക് കിട്ടുന്ന സമയം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത്? എന്തിനാ ടോമിന്? കുറച്ച് നമ്മള് സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല, അധികം വെറുതെ ആവശ്യമില്ലാതെ കളയണ്ടല്ലോ. അത് വിചാരിച്ചിട്ടാണ് ക്ലാസ്സസ് നേരത്തെ തന്നെ തുടങ്ങിയത് PGയുടെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ടോമിന് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ചേ എടുക്കുന്നുള്ളൂ, അധികമൊന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി അല്ലെ? ഹ്യൂമൻ റിസോഴ്സ്. What do you mean by human resource? Human resource എന്ന് പറഞ്ഞാൽ എന്താ? Human resource അല്ലെ? One of the most important component of any organization. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും നമുക്കറിയാം ഹോസ്പിറ്റൽസും ഇന്നൊരു ബിസിനസ് സംരംഭമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഏതൊരു ബിസിനസ് സംരംഭത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. ദാറ്റ് മീൻസ് മാൻ പവർ എന്ന് പറയുന്നത് അല്ലെ? മാൻ പവർ എന്ന് പറയുന്നത് ഇല്ലാതെ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഓർഗനൈസേഷനെ കുറിച്ച് വി കനോട്ട് തിങ്ക് ഓഫ് ഇറ്റ്. നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഹ്യൂമൻ പവർ എന്ന് പറയുമ്പോഴേ, മാൻ പവർ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ എന്താ ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉപയോഗിച്ച് അവരുടെ എനർജി ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്ന സർവീസസ് അത് മാത്രമല്ല, അതല്ലാതെ അവരുടെ നോളജ് അല്ലെ, അറിവ്, അവരുടെ സ്കില്ല്, എഫിഷ്യൻസി, ഒത്തിരി കാര്യങ്ങൾ എന്താ പറയാ അടങ്ങുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു മാനേജ്മെന്റ്, പിന്നെ ഇന്റർവ്യൂ പാനലിനെ കുറിച്ചത്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ 5th ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ഈ മൊഡ്യൂള് ഫസ്റ്റ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്നത്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എടുത്തു തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനൊക്കെ ടീച്ചറുമായിട്ട് വായിക്കുന്നുണ്ടായില്ലോ അല്ലെ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അതൊക്കെ അവിടെ അടുത്ത ടീച്ചേഴ്സ് വലിപ്പം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾ ഇപ്പൊ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ ആണ് പഠിക്കേണ്ടത്. ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റർ, വിച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റർ, ദാറ്റ് മീൻസ് വി ആർ ഓൾ പ്രിപ്പയറിംഗ് ഫോർ ബീങ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്, പ്രിപ്പറേഷൻസ് മെന്റലി, ഫിസിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് അല്ലെ ക്വാളിഫിക്കേഷൻ വൈസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാ അല്ലെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടി. വാട്ട് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ? അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്താ അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്താ? ടു മാനേജ്, കൺട്രോൾ അല്ലെ, കോർഡിനേറ്റ് വേരിയസ് ഫങ്ഷൻസ്. ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് മാനേജ്, കൺട്രോൾ, കോർഡിനേറ്റ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റേതായ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും അതിനെയൊക്കെ മാനേജ് ചെയ്യുകയും അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു ആള് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറയാം, ഒരാളായിരിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുക. ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് അതിൽ പ്രാവീണ്യം നേടിയവര്. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ മേഖലയില് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമെന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ഇവിടെ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഈസ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ എന്താ? അംഗവൈകല്യമുള്ളവരാകും. എങ്ങനെയാണെങ്കിലും വിതൗട്ട് ഹാവിംഗ് ദ ചാർജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി അവരുടെ മാനേജ്മെന്റ് കൂടി ഏറ്റെടുക്കാതെ ഒരു അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൂർത്തിയാക്കണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൂടി നമുക്ക് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നാണ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ബിസിനസിനെ സംബന്ധിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മള് മൊത്തത്തില് ഈ ഹ്യൂമൻ റിസോഴ്സസ് എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽസിനെ ആയതുകൊണ്ട് ഹോസ്പിറ്റൽസിലും ഇതുപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നമുക്ക് മാറ്റി നിർത്തുക എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. ഇറ്റ് വിൽ ബി ഹാൻഡിക്യാപ്ഡ്. തീർച്ചയായിട്ടും അത് അപൂർണമാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ എല്ലാ ഫങ്ഷൻസും എല്ലാ തരത്തിലുള്ള എന്താ പറയാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് സാധിക്കുക. സോ ദേ ഹാവ് ടു ഓൾസോ മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഓപ്പറേഷൻസ്, അവിടെയുള്ള ഫങ്ഷൻസ് മാത്രം മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ പോരാ. ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി മാനേജ് ചെയ്ത് അവരെ കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് എന്താകുള്ളൂ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. അതല്ല എങ്കിൽ കണ്ടല്ലോ അതല്ല എങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആണ്. ഒറ്റ സെന്റൻസ് ടോമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഒറ്റ സെന്റൻസിനെ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. വേറെ കാര്യങ്ങളിലേക്ക് പോകരുത്, വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇവിടെ നമ്മൾ ലൈഫായിട്ട് ക്ലാസ്സിൽ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി മാനേജ് ചെയ്തില്ല എങ്കിൽ ഹോസ്പിറ്റൽസിന്റെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. ദാറ്റ്സ് ഓൾ. അത്രേ പറഞ്ഞുള്ളൂ. അതായത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന്റെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും. വളരെ ഇലാബറേറ്റ് ആയിട്ടാണ് ഒരു ചാപ്റ്റർ, വളരെ ഭംഗിയായിട്ട് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സസിന് ഇത്ര മാനേജ് ചെയ്യാനായിട്ട് പാട് എന്നൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താ? ഹ്യൂമന്റെ നേച്ചർ എന്താ? ഡൈനമിക് നേച്ചർ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും എന്ത് കാര്യങ്ങൾക്കും പെട്ടെന്ന് നമ്മളുടെ എന്താ പറയാ നമ്മുടെ കാര്യങ്ങൾ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ ചെയ്ത ജോലി ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് വാട്ട് എവർ തിങ്സ് കം ടു അസ്, നമ്മളിലേക്ക് വരുന്ന പല കാര്യങ്ങളും ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. അത് പല രീതിയിലായിട്ട് നമ്മുടെ ജോബിൽ അത് പ്രതിഫലിച്ച് കാണും. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലേക്ക്
ചെല്ലുകയാണ്. നമുക്ക് അന്ന് അത്ര നല്ല മെന്റലി എന്താ പറയാ ഗുഡ് ആ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോ നമ്മൾ ആ ഒരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു മൈൻഡുമായിട്ടാണ് നമ്മൾ ജോലിക്കായിട്ട് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ജോലിയിലൊക്കെ റിഫ്ലക്ട് ചെയ്യും. നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സാഡ് മൂഡിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും വയ്യായ്ക കൊണ്ടാണ് ഒത്തിരി ഭയങ്കര തലവേദനയായിട്ട് സ്ട്രെസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ജോലിയിൽ പോയിട്ട് ഇരിക്കുന്നു, നമുക്ക് അതിനകത്തേക്ക് ഫുൾ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് അതിലേക്ക് ഇടാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല വയ്യായ്ക കൊണ്ട് അല്ലെ. അല്ലെങ്കിൽ ഭയങ്കര എനർജി ആയിട്ട് സ്പ്രിംഗിൽ നിൽക്കണ പോലെ ചാടി ചാടി നിൽക്കുന്ന ആൾക്കാര് ഇതുപോലെ ചില ഹെൽത്ത് ഇഷ്യൂസോ മെന്റൽ ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ, മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകാവുന്ന ചില സാഡ്നെസ് അങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ, അത്തരം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ അത് ജോലിയിൽ പ്രതിഫലിച്ചു കാണും. അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ഓൾ ദീസ് പീപ്പിൾ ദോസ് ആർ വർക്കിംഗ് ഇൻ എ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള പല ചുറ്റുപാടുകളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന്, പല ഇമോഷണൽ ഫീലിങ്സുമായിട്ടൊക്കെ ഒരുപാട് പേര് ചേർന്ന് വന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ അവിടെ വരുന്ന ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിനെയും മാനേജ് ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ലാത്ത ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി മാനേജ് ചെയ്യാതെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടെ കൈ കെട്ടി എന്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ അവർ ഡ്യൂട്ടി, നമ്മളുടെ ഡ്യൂട്ടി ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അവിടുത്തെ ഓപ്പറേഷൻസ് ഡേ ടു ഡേ ഫംഗ്ഷൻസ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ, സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മാനേജ് ചെയ്യുന്നതോടൊപ്പം വി ഹാവ് ടു ഓൾസോ മാനേജ്, കൺട്രോൾ ആൻഡ് ഓൾസോ കോർഡിനേറ്റ് ദ ഹ്യൂമൻ റിസോഴ്സസ്. അവിടെയുള്ള മനുഷ്യന്മാരായിട്ടുള്ള ജോലിക്കാരെ കൂടി മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ ഇവിടെ ഡ്യൂട്ടിയാണ്. അതല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആകും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ. ഇന്ന കാര്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ ഡിപ്പാർട്ട്മെന്റുകൾ എന്താ പറയാ എനിക്ക് നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം നോക്കി അല്ലെങ്കിൽ അവിടെ എല്ലാം കൃത്യമായി സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തീർത്തിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ വകവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആണോ? ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷന്റെ കാര്യമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതല്ലേ. അവർക്ക് കൊടുക്കുന്ന അവർ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് മാക്സിമം ഔട്ട്പുട്ട് നമ്മൾക്ക് തരുമ്പോൾ ദേ ഷുഡ് ബി മോട്ടിവേറ്റഡ് അല്ലെ. അവർക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ്, അവർക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ടോന്ന് വി ഹാവ് ടു എൻഷുർ. നമ്മളത് എൻഷുർ ചെയ്യണം. നമ്മളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതുകൂടി ഉറപ്പുവരുത്തണം. കാരണം അത് ഉറപ്പുവരുത്തിയില്ല, ജോലിക്കാരിൽ നിന്ന് മാക്സിമം അവരെ പിഴിഞ്ഞിങ്ങോട്ട് അവരുടെ സേവനം മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രിഫറൻസുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബെനിഫിറ്റുകൾ, അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതൊന്നും കൊടുക്കാതെ ഇങ്ങോട്ടും അത്ര കിട്ടിയാൽ മതി, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്താ പറയാ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, മാനേജ് ചെയ്യുന്നില്ല എന്നാവാൻ പാടില്ലല്ലോ അല്ലെ. അപ്പൊ മാക്സിമം എംപ്ലോയീസിനെ യൂസ് ചെയ്യാം ആൻഡ് ഓൾസോ അവരെയും നമുക്ക് മേക്ക് ദം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്, എംപ്ലോയീസിനെയും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് മാനേജബിൾ കണ്ടീഷൻസിലേക്ക് ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അതില്ല എങ്കിൽ എന്ത് പറ്റില്ല, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. ഇവിടെ പറയുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് മസ്റ്റ് ഗോ ഇൻ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാ പറഞ്ഞേക്കണേ. അതെങ്ങനെ പോകണോ, ഒപ്പം കൊണ്ടുപോകണമെന്ന്. ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ്, അതുപോലെ പ്രൊഫഷണൽസ്, ഇവരെല്ലാം ദാറ്റ് മീൻസ് ഇൻ ഓൾ ടുഗദർ വി കാൻ കൺക്ലൂഡ് ദം ആസ് ഹ്യൂമൻ റിസോഴ്സ്. അവരെല്ലാം കൂടി നമുക്ക് ഒറ്റ വേർഡായിട്ട് ഹ്യൂമൻ റിസോഴ്സ് വിളിക്കാം. അതെല്ലാം അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് ഒരേ രീതിയിൽ ഒരു കൈ പിടിച്ച് കൊണ്ടുപോകേണ്ടവരാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സുകളെയും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അതർവൈസ് ദ ബിസിനസ് വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്സ് സക്സസ്. അതല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം നമ്മളുടെ എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷന് നേടാൻ പറ്റില്ല. അപ്പൊ രണ്ടും ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ഫംഗ്ഷൻസ് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്താൽ പോരാന്ന്, മാനേജ് ചെയ്താൽ പോരാന്ന്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ കൂടി എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഇത് രണ്ടും ഒരുമിച്ച് ഒരു കൈ പിടിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഒരു കൈ പിടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെയും അതേസമയം തന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ മറ്റ് ആക്ടിവിറ്റീസും ഓപ്പറേഷൻസും ഫംഗ്ഷൻസും എല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും. അപ്പൊ അത് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യങ്ങളാണ്. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ പ്രൊഫഷണൽസ്, നമുക്കറിയാം സ്റ്റാഫുകളാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റാഫുകളും ഉണ്ട്, എല്ലാ എംപ്ലോയീസും ഫ്രം ദ ബോട്ടം ലെവൽ ടു ദ ടോപ്പ് ലെവൽ.
അല്ലെ, ഏറ്റവും താഴെ അടിയിലുള്ള എന്താ പറയാ എംപ്ലോയീസ് മുതൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എംപ്ലോയീസ് വരെ ഇതെല്ലാവരും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ ഇത്തരം എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽസിൽ പല രീതിയിലും പല കാര്യങ്ങളിലും ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകാം, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാം, അല്ലെ, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ there will be different ideas. ആളുകൾക്ക് ഉണ്ടാകുന്ന ഐഡിയാസ് വ്യത്യാസമുണ്ട്. ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ, അവർ തമ്മിലുണ്ടാകാം. അപ്പൊ ഇതിനകത്തൊക്കെ ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്റ്റാഫ് മെമ്പേഴ്സിന്, അത് നോൺ മെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ മെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ബിസിനസ്സിന് അതിന്റെ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. And also the general administrator must have the control over entire human resource. പറഞ്ഞിരിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സുകളിൽ ഒരു പ്രധാനപ്പെട്ട ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ, അവർക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ മേലിൽ നല്ലൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എന്നാൽ മാത്രമാണ് they will get a full fledged control over other resources. നമുക്ക് ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സസും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസും ഫങ്ഷൻസും ഒക്കെ നമുക്ക് ഒരുമിച്ച് അതെല്ലാം കൂടി കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമേ ഫുൾ ഫ്ലെഡ്ജ് കൺട്രോൾ ആകുള്ളൂ. ഫുൾ ഫ്ലെഡ്ജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എല്ലാം കൂടി ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് എപ്പോഴാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി എൻറ്റയർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിലും ഒരു നിയന്ത്രണം പല കാര്യങ്ങളിലും, അല്ലെ. അവിടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അവിടെ വരുന്ന എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, റൂൾസ്, വരുന്ന സമയത്തിന് പോകുന്ന സമയത്തിന്, അല്ലെ, അവരുടെ ലിഷർ ടൈം എപ്പോഴാണ്, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ ഓരോ റൂൾസ്, പോളിസീസ്, നിയമങ്ങളൊക്കെ ഉണ്ട്. സോ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഷുഡ് ഫോളോ ദാറ്റ്. അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം തന്നെ ഇത് ഫോളോ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അപ്പൊ അവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ദ കൺട്രോൾ ഓവർ ദം. അവരെ നിയന്ത്രിക്കാനും, അല്ലെ, അവരെയൊക്കെ കൃത്യമായിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരണം. ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ കംപ്ലീറ്റ് നിയന്ത്രണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലാണ്, റെസ്പെക്ടീവ് ഓഫ് ഓൾ ദ സ്റ്റേറ്റസ്. അതായത് ഹോസ്പിറ്റൽസിന്റെ സ്ഥിതി, സ്റ്റാറ്റസ് എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് ഹോസ്പിറ്റലിന്റെ ജനറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തുണ്ട്, ഒരു കംപ്ലീറ്റ് ഒരു കൺട്രോൾ ഓവർ ദ ഹ്യൂമൻ റിസോഴ്സ്. അതില് ഹ്യൂമൻ റിസോഴ്സിന്റെ പേരിൽ നല്ലൊരു കൺട്രോള് ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോ ആ കൺട്രോളിന്റെ അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു മാനുവൽ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. വർക്ക് ഫോഴ്സ് ആണ്, അല്ലെ, ദ പീപ്പിൾ ആണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയാം ഹ്യൂമൻ റിസോഴ്സസിനെ, അല്ലെങ്കിൽ അവരുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയാം, അല്ലെ. എല്ലാവരും ചേർന്ന് ഒരു സ്ഥാപനത്തെ അവരുടെ എല്ലാവരുടെയും കൂടി ജോലികൾ കമ്പൈൻ ചെയ്ത് സ്മൂത്ത് ആയിട്ട് നടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ സ്ഥാപനത്തിന് അതിന്റെ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെ. ടീച്ചേഴ്സ് വന്നിരുന്ന് പഠിപ്പിക്കുക മാത്രം ചെയ്തു, നിങ്ങൾക്കിലേക്ക് അതിന്റെ നോട്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റ് എന്തെങ്കിലും വിശദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല, അല്ലെ. അങ്ങനെയല്ലേ വരിക. പക്ഷെ ടീച്ചർ ഒന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഓക്കെ, വെറുതെ ക്ലാസ് എടുത്ത് ടീച്ചർ പോകുന്നു. ഇഫ് ദ PDF is not provided to you, അല്ലെങ്കിൽ ഇഫ് എനിത്തിങ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് കൃത്യം സമയത്തിന് എത്തുന്നില്ല, so that it will not be completed, the course will not be completed. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. നോട്ടും തന്നില്ല അവര്, ഓരോ ക്ലാസ് ഒക്കെ എടുത്ത് പോയിട്ട്. അതൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും ഇരുന്ന് ഈ റെക്കോർഡ് ക്ലാസ് വീണ്ടും ഇരുന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ക്ലാസ് വാച്ച് ചെയ്തു, അതിനുശേഷം നമുക്ക് എന്താ പറയാ നമ്മുടെ നോട്ട്സ് കയ്യിലുണ്ട്, ആ നോട്ട് എടുത്ത് വായിച്ച് നമുക്ക് അതിന്റെ എന്താ പറയാ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യാം, അല്ലെ. എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും സെക്കൻഡ് ഒരു ചോയ്സ് വേണമെങ്കിൽ മതി, നമുക്ക് വീണ്ടും റെക്കോർഡ് ക്ലാസ് കാണുക. നമുക്കറിയാം എവരിബഡീസ് ടൈം ഈസ് വെരി പ്രഷ്യസ്. നമുക്ക് ഓരോരുത്തർക്കും സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ആണ് ഒരു ഓർഗനൈസേഷനിലെ ആവാം, ഒരു ഇക്കോണമിയുടെ ആകാം, ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ. ഇതൊക്കെ പറയുന്നത് ഏത് ഇൻഡസ്ട്രിയുടെയും ഒരു ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള നമ്മളൊക്കെ ഓരോ വർക്ക് ഫോഴ്സുകളാണ്, നമ്മളെല്ലാം ഓരോ ഹ്യൂമൻ റിസോഴ്സുകളാണ് നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ച്. ചെറിയ ചെറിയ വരുമാനം നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ജോലികൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ? ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് രീതിയിലുള്ളതാണെങ്കിലും വി ആർ ഓൾസോ മേക്കിംഗ് ആൻ ഇൻകം, സോ ദാറ്റ് വി ആർ കോൾഡ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മളുടെയൊക്കെ സേവനം
പല രീതിയിലും പല സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ നമ്മളെല്ലാവരും ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പീപ്പിൾ, വർക്ക് ഫോഴ്സ് ആണ്. ഒരു ബിസിനസ് സെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഒക്കെ ഒരു വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വിളിക്കാം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ, അസറ്റ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ അവരെല്ലാം ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ് ഏതൊരു ബിസിനസ്സിന്റെ. കാരണം അവരില്ലാതെ ബാക്കി ഓപ്പറേഷൻസ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഫംഗ്ഷൻ ചെയ്യുന്നു, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലിക്കാരില്ല. അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ നടക്കുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് ശരിയായ രീതിയിൽ വളരുമോ? പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലായിടത്തും ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി എവിടേക്കാണ് വേണ്ടത് അവിടെയൊക്കെ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിയമിക്കണം. ഇന്റർവ്യൂയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം, ഇൻഡക്ഷൻ ചെയ്യണം. അതായത് അവരേക്ക് നിറയ്ക്കണം. എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടോ ഷുഡ് ബി ഫിൽഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അവരുടെ നോളജ്, അവരുടെ സ്കിൽ, അല്ലെ, അവരുടെ എന്താ പറയുക കമാൻഡിങ് കപ്പാസിറ്റി, ഇതൊക്കെ ഇൻഡിവിജ്വൽസിൽ വരും. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ആണ്. കാരണം ഹ്യൂമൻ റിസോഴ്സസിന്റെ ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന വെറുതെ ഒരു വ്യക്തി ഉണ്ടായിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് അതിൻ്റെതായ കഴിവ്, ഗുണം, അറിവ്, അതുപോലെ തന്നെ ആ ഒരു എല്ലാം കൂടി ചേരുമ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറുക. ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു അസറ്റ് ആയി മാറുക. അതുപോലെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിന് പകരം ഉപയോഗിക്കുന്ന ചില സിമിലർ ടേംസ് കൂടി അവിടെ പറയുന്നുണ്ട്. മാൻ പവർ, ലേബർ എന്ന് ഉപയോഗിക്കാം, പേഴ്സണൽ, അല്ലെ, തൊഴിലാളികൾ, അസോസിയേറ്റ്സ് അല്ലെങ്കിൽ സിംപ്ലി പീപ്പിൾ എന്ന് പറഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സിന് പകരം ഉപയോഗിക്കാവുന്ന ടേംസ് ആണ് കേട്ടോ. എന്തൊക്കെ ഉപയോഗിക്കാം? മാൻ പവർ ഉപയോഗിക്കാം, വെറുതെ നമുക്ക് പീപ്പിൾ മാത്രം ഉപയോഗിക്കാം. അസോസിയേറ്റ്സ്, ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റ് മീൻസ് എന്താ, ഒരു കൂട്ടം ആളുകളാണ്, അല്ലെ, തൊഴിലാളികൾ, പേഴ്സണൽസ് ഉപയോഗിക്കാം, ലേബർ എന്ന് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന് പകരം ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. അപ്പൊ ഇത് നമ്മള് ഈ ഹ്യൂമൻ റിസോഴ്സുകളെ കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയുന്നത്. ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാതെ ബാക്കി എല്ലാ ഭാഗവും ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജബിൾ അല്ല. മാനേജ് ചെയ്യണമെങ്കിൽ they have to make sure that the employees are satisfied with their work situations, working conditions, with their compensations, benefits, whatever it is. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടേതായ അവർ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി, അവർക്ക് കിട്ടുന്ന ജോലി സംബന്ധമായുള്ള ചുറ്റുപാടുകൾ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ചില വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ജോലി ചെയ്യാനുള്ള അത്യാവശ്യം സൗകര്യം, അതില്ലാതെ ജോലി ചെയ്തോ, ജോലിക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് മാത്രം ഞങ്ങൾക്ക് മതി, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അത് ജോലി ചെയ്തോ, അല്ലെ, ഒരു ടോയ്ലറ്റ് സൗകര്യം അല്ലെങ്കിൽ ഒരു വാഷ്റൂം ഇല്ല ഒരു വർക്കിംഗ് സിറ്റുവേഷനിൽ, അവര് അത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതൊക്കെ ജോലിക്കാരോട് ചെയ്യുന്ന, ഇൻഡയറക്ട്ലി ചെയ്യുന്ന ഒരു തരം എന്താ പറയാ, അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്ഡ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കാം. ജോലി ചെയ്ത് ഇങ്ങോട്ട് റിസൾട്ട് മാത്രം കിട്ടിയാൽ പോരാ, അവര് സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് കിട്ടുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഫേവറബിൾ ആണോ, ഇതൊക്കെ മനസ്സിലാക്കണം, അല്ലെ. അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകളും കോമ്പൻസേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എൻഷുർ ചെയ്താൽ മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജബിൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഹ്യൂമൻ റിസോഴ്സിനെ കൂടി മാനേജ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടെന്നാണ് ഈ രണ്ട് പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? രണ്ട് പാരഗ്രാഫേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഹ്യൂമൻ റിസോഴ്സിന്റെ കുറച്ച് സിമിലർ ടേംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു. സോ നിങ്ങളൊന്ന് വേഗമായി രണ്ട് പാരഗ്രാഫ് ഒക്കെ പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ആൻഡ് ഇഫ് there is any doubt you can be cleared. വേഗം ഞാൻ തോന്നുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വായന എനിക്ക് ഇഷ്ടമല്ല, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ച് എടുത്ത് തരുന്ന എനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്താണെന്നല്ലോ, അത് ഞാൻ നിങ്ങളോട് എന്നൊരു ചീറ്റിംഗ് ആണ്. ബിക്കോസ് യു ഹാവ് ടു റീഡ് വിത്ത് യുവർ ഓൺ ഐസ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാവുന്നു, എനിക്ക് മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന ഇത്രയും നേരം പ്രസംഗിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത്.
എക്സാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമ്മള് കുറച്ച് ഒരു 2 ആഴ്ച നമ്മൾ കുറച്ച് അധികം സ്പീഡിൽ ടീച്ചേഴ്സിനോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കുറച്ചെടുക്കുന്നുള്ളത് നമുക്കൊന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. സെന്റൻസുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങള് മോക്ക് ടെസ്റ്റുകളൊക്കെ തരികയാണെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എഴുതാം. ആഫ്റ്റർവേഴ്സ് നമ്മൾ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ നമ്മള് മൊത്തത്തില് എന്തെങ്കിലും മാർക്ക് ചെയ്യാനോ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ 2 കുഞ്ഞു പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. അതിന് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ച് ചെയ്യണം. ഒരു ദിവസം 2 ക്ലാസ്സസ് ആണ് അല്ലെ, 12:30 വരെയാണ് ക്ലാസ്. 10:30 to 12:30 ആണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാ ദിവസവും. ഓക്കെ, അപ്പൊ ഉച്ചയ്ക്ക് ഡിപ്ലോമയിൽ ഉള്ളവര് അവിടെയും ക്ലാസ് കാണുക. റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലോ ഏത് രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് രാവിലത്തെ ക്ലാസ് മോർണിംഗിലാണ് PG ക്ലാസ്സസ് എല്ലാ ദിവസവും വരിക. ടീച്ചറെ ഡിപ്ലോമയിലേ ഇതുപോലെ തന്നെ എല്ലാരും ഉണ്ടോ? മനസ്സിലായില്ലേ? ഇതുപോലെ എല്ലാവരും ഉണ്ടോ? ഞങ്ങളുടെ കൂട്ട് ഈ ഇപ്പം PG എടുത്തതിന്റെ കൂട്ടാണോ അതോ പഴയ ഞങ്ങളുടെ ഡിപ്ലോമ ബാച്ച് മാത്രമേ ഉള്ളൂ? ടീച്ചറിന് മനസ്സിലായി? ടീച്ചറെ ഡിപ്ലോമ ഫുള്ള് ബാച്ച് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതാ. ഇല്ല, സെലക്റ്റീവ് ആണ്. കാരണം ആവശ്യക്കാര് മാത്രമേ PG എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഞാനിനി പറയില്ല, നിങ്ങൾ അതെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, അതല്ല ടീച്ചറെ ഞാൻ ചോദിച്ചത്, ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലാത്തവരുണ്ടല്ലോ? അല്ല കംപ്ലീറ്റ് ചെയ്തവരും ഉണ്ട്. അല്ല, ഞാൻ ഇതിനകത്തോട്ട് ഡിപ്ലോമയ്ക്കകത്ത് 1:30 ക്ലാസ് തുടങ്ങത്തില്ലയോ? അപ്പോഴേ അതിനകത്ത് കുറച്ച് പേർക്ക് ഇനി ബാക്കി പഠിപ്പിച്ച് തീർക്കാനും ഇല്ലയോ? അവരുടെ ക്ലാസ്സിൽ നമുക്ക് തടസ്സം വരുന്നില്ലല്ലോ, അതിനാണ് ഉച്ചയ്ക്കാക്കിയത്. അവരും ഞങ്ങളുടെ കൂടെ വരുവോ? ടീച്ചറിന് മനസ്സിലായി? മനസ്സിലായി കേട്ടോ.